ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിനും ചപ്പാത്തിക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഏറെ സ്വാദിഷ്ടമായ ഒട്ടും തേങ്ങ ഒന്നും അരച്ച് ചേർക്കാത്ത ഒരു അടിപൊളി കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ തടിയൻ കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ ഈ കായ സാമ്പാറിനകത്തൊക്കെ ഇടാൻ മാത്രമേ ആൾക്കാർ ഉപയോഗിക്കുകയുള്ളൂ. പച്ചക്കറിക്കടയിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കാ നമ്മൾ കണ്ടിട്ടില്ലേ? അത് നമ്മുടെ നാട്ടിലധികം കറികൾക്കൊന്നും ആരും എടുക്കാറില്ല. ഇത് വണ്ണം കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ തടിയൻകായ തൊലി കളഞ്ഞ് നടുക്കത്തെ കുരുവെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത്, 2 വലിയ സവാള, 2 തക്കാളി അരിഞ്ഞത്, പച്ചമുളക് കീറിയത്, കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്. അപ്പോൾ പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടങ്ങ് വഴന്നു പോകണ്ട. അപ്പം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇനി നമ്മൾ വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇഞ്ചി ചേർക്കേണ്ട കാര്യമില്ല, വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി. വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമുളക് കീറിയത്, എരിവിനാവശ്യമായ പച്ചമുളക് 3-4 പച്ചമുളക് എടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നന്നായിട്ട് പഴുത്ത 2 ടൊമാറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതോട് ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ടൊമാറ്റോയും കൂടി ഒന്ന് വഴന്ന് വരണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി അല്പസമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ സവാളയും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റി ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഇനി ചേർക്കുന്നത്. 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു കളറും കിട്ടും, അധികം എരിവുമില്ല, നല്ലൊരു കൊഴുപ്പും കിട്ടും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന തടിയൻകായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒന്നും ഒട്ടും ചേർക്കാത്ത ഒരു സൂപ്പർ കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ വളരെ നല്ലതാണ് ഈ കറി. അപ്പോൾ തടിയൻകായും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഈ മസാലയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. ഇനി അതിലേക്ക് വേകുന്നതിനാവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നികക്ക വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇത് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരണം. വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ്, പൂരിക്കും ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ് ഈ കറി. അപ്പോൾ ഏറെ സ്വാദിഷ്ടമായ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ കറിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.